ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കാവുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവർ ഇറ്റലിയിൽ തങ്ങളുടെ അവധിക്കാലം ആസ്വദിക്കുകയാണ്. ദേ ആർ എൻജോയിങ് ദെയർ വെക്കേഷൻ ഇൻ ഇറ്റലി. അവധിക്കാലത്തിൻ്റെ ഇംഗ്ലീഷാണ് വെക്കേഷൻ. എൻജോയിങ് മീൻസ് ആസ്വദിക്കുകയാണ്. ദേ ആർ എൻജോയിങ് ദെയർ വെക്കേഷൻ ഇൻ ഇറ്റലി. അവർ ഇറ്റലിയിൽ തങ്ങളുടെ അവധിക്കാലം ആസ്വദിക്കുകയാണ്. നിങ്ങൾക്ക് ചില സ്കൂൾ ജോലികൾ ചെയ്യാനുണ്ട്. യു ഹാവ് സം സ്കൂൾ വർക്ക് ടു ഡു. സ്കൂൾ വർക്ക് മീൻസ് സ്കൂൾ ജോലികൾ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ. യു ഹാവ് സം സ്കൂൾ വർക്ക് ടു ഡു. നിങ്ങൾക്ക് ചില സ്കൂൾ ജോലികൾ ചെയ്യാനുണ്ട്. യാത്രകൾ എനിക്കിഷ്ടമാണ്. ഐ ലവ് ട്രാവലിംഗ്. യാത്ര ചെയ്യുന്നതിനെയാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഐ ലവ് ട്രാവലിംഗ്. യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമാണ്, അല്ല യാത്രകൾ എനിക്കിഷ്ടമാണ്. അവൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറില്ല. ഷീ ഡസ് നോട്ട് യൂസ് എ കമ്പ്യൂട്ടർ. ഉപയോഗിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് യൂസ്. ഷീ ഡസ് നോട്ട് യൂസ് എ കമ്പ്യൂട്ടർ. അവളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാണ്. വി ആർ ലേണിംഗ് ടു പ്ലേ ദ ഗിറ്റാർ. പഠിക്കുകയാണ്, ലേണിംഗ്. വി ആർ ലേണിംഗ് ടു പ്ലേ ദ ഗിറ്റാർ. ഞങ്ങൾ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാണ്. റഷ്യയിൽ ശൈത്യകാലത്ത് ധാരാളം മഞ്ഞ് വീഴുന്നു. ഇറ്റ് സ്നോസ് എ ലോട്ട് ഇൻ വിൻ്റർ ഇൻ റഷ്യ. മഞ്ഞ് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് സ്നോ. ശൈത്യകാലം വിൻ്റർ. ഇറ്റ് സ്നോസ് എ ലോട്ട് ഇൻ വിൻ്റർ ഇൻ റഷ്യ. റഷ്യയിൽ ശൈത്യകാലത്ത് ധാരാളം മഞ്ഞ് വീഴുന്നു. അവൻ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായി പഠിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് അപ്കമിങ് എക്സാംസ്. വരാനിരിക്കുന്ന എന്നതിൻ്റെ ഇംഗ്ലീഷാണ് അപ്കമിങ്. പരീക്ഷകൾ എക്സാംസ്. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് അപ്കമിങ് എക്സാംസ്. അവൻ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായി പഠിക്കുകയാണ്. ഞങ്ങൾ ടെക്സാസിലാണ് താമസിക്കുന്നത്. വി ലിവ് ഇൻ ടെക്സാസ്. ടെക്സാസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. താമസിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ലിവ്. വി ലിവ് ഇൻ ടെക്സാസ്. ഞങ്ങൾ ടെക്സാസിലാണ് താമസിക്കുന്നത്. എനിക്കിന്ന് സുഖം തോന്നുന്നില്ല, അല്ലെ എനിക്കിന്ന് സുഖമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. എല്ലാ വേനൽക്കാലത്തും നിങ്ങൾ അവധിക്ക് പോകുന്നു. യു ഗോ ഓൺ ഹോളിഡേ എവ്രി സമ്മർ. വേനൽക്കാലം എന്നതിൻ്റെ ഇംഗ്ലീഷാണ് സമ്മർ. അതേപോലെ അവധി, ഹോളിഡേ. യു ഗോ ഓൺ ഹോളിഡേ എവ്രി സമ്മർ. എല്ലാ വേനൽക്കാലത്തും നിങ്ങൾ അവധിക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും. ഇന്ന് രാത്രി അവൾ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല. ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദ പാർട്ടി ടു നൈറ്റ്. പങ്കെടുക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് അറ്റൻഡ്. ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദ പാർട്ടി ടുഡേ. ഇന്ന് രാത്രി അവൾ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല. നിങ്ങൾക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? എരിവുള്ള എന്നതിൻ്റെ ഇംഗ്ലീഷാണ് സ്പൈസി. ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? നിങ്ങൾക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണോ? മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. മത്സരം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് കോമ്പറ്റീഷൻ. പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ്. ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. എൻ്റെ മകൾ തുണി അലക്കുന്നു. മൈ ഡോട്ടർ ഡസ് ദ ലോണ്ടറി. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അത്താഴത്തിന് പുറത്തു പോകുന്നില്ല. വി ആർ നോട്ട് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ദിസ് ഈവനിങ്. അത്താഴം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡിന്നർ. വി ആർ നോട്ട് ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ദിസ് ഈവനിങ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാൻ പുറത്തു പോകുന്നില്ല. ഇന്ന് രാത്രി ഞങ്ങൾ പുറപ്പെടും. വി വിൽ ലീവ് ടു നൈറ്റ്. പുറപ്പെടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ലീവ്. വി വിൽ ലീവ് ടു നൈറ്റ്. ഇന്ന് രാത്രി ഞങ്ങൾ പുറപ്പെടും. തണുത്ത കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവൻ ജാക്കറ്റ് ധരിക്കുന്നില്ല. ഹീ ഈസ് നോട്ട് വെയറിങ് എ ജാക്കറ്റ് ഡെസ്പൈറ്റ് ദ കോൾഡ് വെതർ. ധരിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് വെയർ. തണുത്ത കാലാവസ്ഥ, കോൾഡ് വെതർ. ഹീ ഈസ് നോട്ട് വെയറിങ് എ ജാക്കറ്റ് ഡെസ്പൈറ്റ് ദി കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവൻ ജാക്കറ്റ് ധരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു നല്ല യാത്രയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ട്രിപ്പ്. പ്രതീക്ഷിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഹോപ്പ്. യാത്ര എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ട്രിപ്പ്. ഐ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ട്രിപ്പ്. നിങ്ങൾക്കൊരു നല്ല യാത്രയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കാണുകയായിരുന്നു. ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. കാണുകയായിരുന്നു, വാച്ചിങ്. ഐ വാസ് വാച്ചിങ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഞാനൊരു സിനിമ കാണുകയായിരുന്നു.
ഇന്നത്തെ യോഗം അവസാനിച്ചു, എല്ലാവർക്കും ശുഭദിനം. ടുഡേയ്സ് മീറ്റിംഗ് ഈസ് ഓവർ, ഗുഡ് ഡേ ടു ഓൾ. യോഗം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് മീറ്റിംഗ്. ശുഭദിനം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഗുഡ് ഡേ. ടുഡേയ്സ് മീറ്റിംഗ് ഈസ് ഓവർ, ഗുഡ് ഡേ ടു ഓൾ. ഇന്നത്തെ യോഗം അവസാനിച്ചു, എല്ലാവർക്കും ശുഭദിനം. കച്ചേരിക്കിടെ അവൾ ഉച്ചത്തിൽ പാടുകയായിരുന്നു. ഷി വാസ് സിംഗിങ് ലൗഡ്ലി ഡ്യൂറിങ് ദ കോൺസെർട്ട്. പാടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സിംഗ്. ഉച്ചത്തിൽ, ലൗഡ്ലി. കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ സംഗീത കച്ചേരി അല്ലെങ്കിൽ കച്ചേരി. ഷി വാസ് സിംഗിങ് ലൗഡ്ലി ഡ്യൂറിങ് ദ കോൺസെർട്ട്. കച്ചേരിക്കിടെ അവൾ ഉച്ചത്തിൽ പാടുകയായിരുന്നു. കാലാവസ്ഥ നല്ലതായതിനാൽ ഈ ആഴ്ച ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായി നല്ലൊരു വാരാന്ത്യം ആസ്വദിക്കും. ദിസ് വീക്ക് വി വിൽ ഹാവ് എ ഗുഡ് വീക്കെൻഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ബിക്കോസ് ദ വെദർ ഈസ് ഗുഡ്. കാലാവസ്ഥ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വെദർ. വാരാന്ത്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ദിസ് വീക്ക് വി വിൽ ഹാവ് എ ഗുഡ് വീക്കെൻഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ബിക്കോസ് ദ വെദർ ഈസ് ഗുഡ്. കാലാവസ്ഥ നല്ലതായതിനാൽ ഈ ആഴ്ച ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായി നല്ലൊരു വാരാന്ത്യം ആസ്വദിക്കും. അവർ ഇന്നലെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ദേ വർ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. കളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്ലേ. ദേ വർ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ. അവർ ഇന്നലെ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. തണുത്ത കാലാവസ്ഥയല്ല, നടക്കാൻ പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ദ വെദർ ഈസ് നോട്ട് കോൾഡ്. ഐ തിങ്ക് വി ഷുഡ് ഗോ വാക്കിംഗ്. കാലാവസ്ഥ മീൻസ് വെദർ. നടക്കുക, വാക്ക്. ദ വെദർ ഈസ് നോട്ട് കോൾഡ്. ഐ തിങ്ക് വി ഷുഡ് ഗോ വാക്കിംഗ്. തണുത്ത കാലാവസ്ഥയല്ല, നടക്കാൻ പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ സമ്മതിക്കുന്നു, നടന്നു പോകുന്നതാണ് നല്ലത്. ഐ എഗ്രി, ഇറ്റ് ഈസ് എ ബെറ്റർ ഐഡിയ ടു ഗോ ഓൺ ഫുട്ട്. സമ്മതിക്കുക മീൻസ് എഗ്രി. നടന്നു പോവുക, ടു ഗോ ഓൺ ഫുട്ട്. ഐ എഗ്രി, ഇറ്റ് ഈസ് എ ബെറ്റർ ഐഡിയ ടു ഗോ ഓൺ ഫുട്ട്. ഞാൻ സമ്മതിക്കുന്നു, നടന്നു പോകുന്നതാണ് നല്ലത്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ അത്താഴം കഴിക്കുകയായിരുന്നു. വി വെയർ ഹാവിങ് ഡിന്നർ അറ്റ് എ റെസ്റ്റോറൻറ്റ്. അത്താഴം കഴിക്കുകയായിരുന്നു, ഹാവിങ് ഡിന്നർ. വി വെയർ ഹാവിങ് ഡിന്നർ അറ്റ് എ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ അത്താഴം കഴിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് രാത്രി ജോണിൻ്റെ ജന്മദിന പാർട്ടിക്ക് പോകാമോ? ഷാൽ വി ഗോ ടു ജോൺസ് ബർത്ത്ഡേ പാർട്ടി ടുനൈറ്റ്? ജന്മദിന പാർട്ടി മീൻസ് ബർത്ത്ഡേ പാർട്ടി. ഷാൽ വി ഗോ ടു ജോൺസ് ബർത്ത്ഡേ പാർട്ടി ടുനൈറ്റ്? നമുക്ക് ഇന്ന് രാത്രി ജോണിൻ്റെ ജന്മദിന പാർട്ടിക്ക് പോകാമോ? അവസാന പരീക്ഷകൾക്കായി അവൻ കഠിനമായി പഠിക്കുകയായിരുന്നു. ഹി വാസ് സ്റ്റഡിങ് ഹാർഡ് ഫോർ ഹിസ് ഫൈനൽ എക്സാംസ്. അവസാന പരീക്ഷകൾ മീൻസ് ഫൈനൽ എക്സാംസ്. പഠിക്കുക മീൻസ് സ്റ്റഡി. ഹി വാസ് സ്റ്റഡിങ് ഹാർഡ് ഫോർ ഹിസ് ഫൈനൽ എക്സാംസ്. അവസാന പരീക്ഷകൾക്കായി അവൻ കഠിനമായി പഠിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ തിരക്കിലാണ്, എനിക്ക് ഗൃഹപാഠം ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ബിസി, ഐ ഹാവ് ടു ഡു ഹോംവർക്ക്. നിർഭാഗ്യവശാൽ, അൺഫോർച്ചുനേറ്റ്ലി. തിരക്കിലാണ് മീൻസ് ബിസി. ഞാൻ തിരക്കിലാണ്, ഐ ആം ബിസി. ഗൃഹപാഠം, ഹോംവർക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ബിസി, ഐ ഹാവ് ടു ഡു ഹോംവർക്ക്. നിർഭാഗ്യവശാൽ ഞാൻ തിരക്കിലാണ്, എനിക്ക് ഗൃഹപാഠം ചെയ്യണം. ഞാൻ പ്രഭാഷണത്തിൽ ശ്രദ്ധിച്ചില്ല. ഐ ഡിഡ്ന്റ് പേ അറ്റൻഷൻ ടു ദ ലെക്ചർ. പ്രഭാഷണം മീൻസ് ലെക്ചർ അല്ലെങ്കിൽ സ്പീച്ച്. ശ്രദ്ധിച്ചില്ല, ഡിഡ്ന്റ് പേ അറ്റൻഷൻ. ഐ ഡിഡ്ന്റ് പേ അറ്റൻഷൻ ടു ദ ലെക്ചർ. ഞാൻ പ്രഭാഷണത്തിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കഫേയിലേക്ക് പോകും, നിങ്ങൾ വരുമോ? വി വിൽ ഗോ ടു ദ കഫേ വിത്ത് അവർ ഫ്രണ്ട്സ്, വിൽ യു കം? പോകുക മീൻസ് ഗോ. നിങ്ങൾ വരുമോ? വിൽ യു കം? വി വിൽ ഗോ ടു ദ കഫേ വിത്ത് അവർ ഫ്രണ്ട്സ്, വിൽ യു കം? ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം കഫേയിലേക്ക് പോകും, നിങ്ങൾ വരുമോ? പാർക്കിൽ അവൾ കുട്ടികളുമായി കളിച്ചു. ഷീ പ്ലേഡ് വിത്ത് ഹെർ കിഡ്സ് അറ്റ് ദ പാർക്ക്. കളിക്കുക മീൻസ് പ്ലേ. ഷീ പ്ലേഡ് വിത്ത് ഹെർ കിഡ്സ് അറ്റ് ദ പാർക്ക്. പാർക്കിൽ അവൾ കുട്ടികളുമായി കളിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവൻ ശ്രമിക്കുന്നു. ഹി ഹാസ് ബീൻ ട്രൈങ് സിൻസ് ലാസ്റ്റ് മൺഡേ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, സിൻസ് ലാസ്റ്റ് മൺഡേ. ഹി ഹാസ് ബീൻ ട്രൈങ് സിൻസ് ലാസ്റ്റ് മൺഡേ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അവൻ ശ്രമിക്കുന്നു. അവൻ വിജയിച്ചു. ഹി സക്സീഡഡ്. സക്സീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വിജയിക്കുക അല്ലെങ്കിൽ നേട്ടം കൈവരിക്കുക. ഹി സക്സീഡഡ്. അവൻ വിജയിച്ചു. വൈകുന്നേരം 4 മണി മുതൽ അവൾ നടക്കുന്നു. ഷീ ഹാസ് ബീൻ വാക്കിംഗ് സിൻസ് 4 PM. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്.
ഷീ ഹാസ് ബീൻ വാക്കിംഗ് സിൻസ് 4 PM. വൈകുന്നേരം 4 മണി മുതൽ അവൾ നടക്കുന്നു. എൻ്റെ തല പരിശോധിക്കുന്നു. മൈ ഹെഡ് ഈസ് ബീങ് എക്സാമിൻഡ്. പരിശോധിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സാമിൻ. മൈ ഹെഡ് ഈസ് ബീങ് എക്സാമിൻഡ്. എൻ്റെ തല പരിശോധിക്കുന്നു. അവൻ 15 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ഹീ ബോട്ട് എ പെൻ ഫോർ 15 rupees. വാങ്ങിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. വാങ്ങി, ബോട്ട്. ഹീ ബോട്ട് എ പെൻ ഫോർ 15 rupees. അവൻ 15 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ഞാൻ രാവിലെ മുതൽ കളിക്കുന്നു. ഐ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ, സിൻസ് മോർണിംഗ്. കളിക്കുക, പ്ലേ. ഐ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ കളിക്കുന്നു. എല്ലാ രാത്രിയിലും അവൻ വൈകി വീട്ടിലേക്ക് മടങ്ങുന്നു. എവ്രി നൈറ്റ് ഹി റിട്ടേൺസ് ഹോം ലേറ്റ്. എല്ലാ രാത്രിയിലും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എവ്രി നൈറ്റ്. വൈകി, ലേറ്റ്. മടങ്ങുക, റിട്ടേൺ. എവറി നൈറ്റ് ഹി റിട്ടേൺസ് ഹോം ലേറ്റ്. എല്ലാ രാത്രിയിലും അവൻ വൈകി വീട്ടിലേക്ക് മടങ്ങുന്നു. അമ്മ കുറച്ച് സമയത്തേക്ക് വീട്ടിലുണ്ട്. മദർ ഈസ് അറ്റ് ഹോം ഫോർ എ വൈൽ. കുറച്ച് സമയത്തേക്ക്, ഫോർ എ വൈൽ. മദർ ഈസ് അറ്റ് ഹോം ഫോർ എ വൈൽ. അമ്മ കുറച്ച് നേരത്തേക്ക് വീട്ടിലുണ്ട്. അവൻ ഇപ്പോൾ ചെന്നൈയിലായിരിക്കാം. ഹി കുഡ് ബി ഇൻ ചെന്നൈ റൈറ്റ് നൗ. ഇപ്പോൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ് നൗ. ഹി കുഡ് ബി ഇൻ ചെന്നൈ റൈറ്റ് നൗ. അവൻ ഇപ്പോൾ ചെന്നൈയിലായിരിക്കാം. അവൾ 1 മണിക്കൂറായി നടക്കുന്നു. ഷീ ഹാസ് ബീൻ വാക്കിംഗ് ഫോർ 1 hour. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്. ഷീ ഹാസ് ബീൻ വാക്കിംഗ് ഫോർ 1 hour. അവൾ 1 മണിക്കൂറായി നടക്കുന്നു. ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ ഗിവ് യു എ കോൾ. അല്ലെങ്കിൽ ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ ഗിവ് യു എ കോൾ. അവൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. ഹി ഹാസ് ബീൻ ഹിയർ സിൻസ് എസ്റ്റർഡേ. ഇന്നലെ മുതൽ, സിൻസ് എസ്റ്റർഡേ. അവൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. ഹി ഹാസ് ബീൻ ഹിയർ സിൻസ് എസ്റ്റർഡേ. നമുക്ക് ഈ പാർട്ടി ആരംഭിക്കാം. ലെറ്റ്സ് ഗെറ്റ് ദിസ് പാർട്ടി സ്റ്റാർട്ടഡ്. ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാർട്ട്. ലെറ്റ്സ് ഗെറ്റ് ദിസ് പാർട്ടി സ്റ്റാർട്ടഡ്. നമുക്ക് ഈ പാർട്ടി തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഈ പാർട്ടി ആരംഭിക്കാം. എനിക്ക് 2 ഗ്ലാസ് വെള്ളം തരൂ. ഗീവ് മീ 2 glasses ഓഫ് വാട്ടർ. തരൂ അല്ലെങ്കിൽ തരുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗീവ്. ഗീവ് മീ 2 glasses ഓഫ് വാട്ടർ. എനിക്ക് 2 ഗ്ലാസ് വെള്ളം തരൂ. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട എല്ലാ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.